ക്നാനായ സമുദായ സഹായമെത്രാന്മാർക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. ഉറക്കം മാത്രമല്ല, ആഹാരത്തിനുള്ള വകയും നഷ്ടപ്പെട്ടുവെന്നാണ് സമുദായ വിശ്വാസികൾ പറയുന്നത്. അവർ പരിഹസിച്ചാണ് പറയുന്നതെങ്കിലും അല്പം യാഥാർത്ഥ്യമുണ്ട്. അവരെ സമുദായത്തിന്റെ ഒരു പള്ളികളിലും കയറ്റരുതെന്നും സമുദായത്തിന്റെ ഒരു പരിപാടികളിലും പങ്കെടുപ്പിക്കരുതെന്നും സമുദായ അസോസിയേഷൻ ഔദ്യോഗികമായി തീരുമാനിച്ചപ്പോൾ അവർ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇരവിപേരൂർ സെന്റ് മേരീസ് ക്നാനായ പള്ളി പൊതുയോഗം കൂടി അവരെ വിലക്കിയിരിക്കുന്നു. സമുദായ വിരുദ്ധ പ്രവർത്തനം നടത്തിയ സഹായമെത്രാന്മാർക്ക് ഇടവകയുടെ പൊതുപരിപാടികളിലോ ഞായറാഴ്ച കുർബാനകളിലോ പങ്കെടുക്കുന്നതിൽ നിന്നുമാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. മാത്രമല്ല, പാത്രിയാർക്കീസ് ബാവ അയച്ച സമുദായ മെത്രാപ്പൊലിത്ത സേവറിയോസ് തിരുമേനിക്കെതിരെയുള്ള മുടക്ക് കൽപ്പന ഇടവക പൊതുയോഗം ഐക്യകണ്ഠേന അമർഷം രേഖപ്പെടുത്തി തള്ളിക്കളഞ്ഞു. സമുദായ മെത്രാപ്പൊലീത്തയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതുപോലെ സമുദായത്തിന് കീഴിലുള്ള ഒട്ടുമിക്ക പള്ളികളിലും പൊതുയോഗം കൂടി പ്രമേയം പാസാക്കിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് വിറളി പൂണ്ടത് വികട യാക്കോ കുഞ്ഞുങ്ങൾക്കാണ്. അവർ പറഞ്ഞത് ക്നാനായക്കാർക്ക് വേണ്ട എങ്കിൽ അവർക്ക് വേണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ യാക്കോ കുഞ്ഞുങ്ങളെ, നിങ്ങൾ തീർച്ചയായും അവരെ കൊണ്ടുപോകണം. അവരുടെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ അവരവിടെ കുറച്ചു കാലം കൊണ്ട് നിങ്ങളുടെ ശ്രേഷ്ഠനിരിക്കുന്ന കസേരയിൽ ഇരിക്കണമെന്ന് പറയും. പിന്നീട് അമേരിക്ക, യൂറോപ്പ് ഞാനിങ് എടുക്കുവാണെന്നും പറയും. നിങ്ങളുടെ കൂട്ടത്തിലെ കാശുള്ളവരെ കൈക്കലാക്കി ബാവയ്ക്ക് കൈമണി കൊടുത്ത് നിങ്ങളുടെ ഓരോ തിരുമേനിമാരുടെയും ഏഷണിയും കുശുമ്പും പറഞ്ഞുകൊടുത്ത് തമ്മിലെടുപ്പിക്കും. ഒരു വർഷം നിങ്ങളുടെ കൂടെ നിർത്തിയാൽ പിന്നെ കുടികിടപ്പ് അവകാശം വേണമെന്ന് പറഞ്ഞ് ജില്ലാ കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി എന്നിവിടങ്ങളിൽ ഓരോ ദിവസവും ഓരോ കേസ് കൊടുത്ത് നിങ്ങളുടെ ശ്രേഷ്ഠ ബാവയ്ക്ക് അല്ലെങ്കിൽ കൊച്ചി ഗ്രിഗോറിയോസ് തിരുമേനിക്ക് ഇരിക്കാൻ നേരമില്ലാത്ത അവസ്ഥയിലാക്കും. നിങ്ങൾ കൊണ്ടുപോകണം അവരെ. അങ്ങനെ കൊണ്ടുപോയാൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ക്നാനായ മക്കളാണ്. പിന്നെ ഒരു കാര്യം, വിറ്റ് മുതൽ ക്നാനായ മക്കൾ തിരിച്ചെടുക്കുന്നതല്ല. ഉടമസ്ഥാവകാശം കൈപ്പറ്റിയതായി രേഖാമൂലം റെസീപ്റ്റ് ക്നാനായ സമുദായത്തിന് നൽകണം. എന്താ, സമ്മതിച്ചോ? സമ്മതിച്ചെങ്കിൽ കൈമാറ്റം ഒന്ന് വേഗത്തിലാക്കാനാണ് ക്നാനായ മക്കൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. കാരണം അവരുടെ അരമനയിൽ താമസിച്ചുകൊണ്ട് നിങ്ങളുടെ അവിടെ വന്ന് കല്യാണവും പുലിയടിയന്തരവും ഒന്നും നടത്താൻ പറ്റില്ല. താമസവും അങ്ങോട്ട് മാറ്റണമെന്നാണ് സമുദായ മക്കൾ പറയുന്നത്. ഏതായാലും സഹായന്മാരുടെ കഞ്ഞുകുടി മുട്ടിയെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല.